പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായം 15-ാം വാക്യം. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോന്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവീൻ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഹല്ലേലൂയ. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ജോഷുവയുടെ ഒരു വിശ്വാസ പ്രഖ്യാപനമത്രേ നാം ഇവിടെ വായിക്കുന്നത്. ജനത്തോട് പറയുന്നു, ഹല്ലേലൂയ, നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ തിരഞ്ഞെടുത്തു കൊള്ളാം. നദിക്കക്കരെ വെച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെ സേവിക്കണമെങ്കിൽ നിങ്ങൾക്ക് സേവിക്കാം. അല്ല, മറ്റ് ജാതികളുടെ ദൈവത്തെ സേവിക്കണമെങ്കിൽ നിങ്ങൾക്ക് സേവിക്കാം. അതല്ല, യഹോവയാണോ നിങ്ങൾക്ക് സേവിക്കേണ്ടത്, നിങ്ങൾക്ക് യഹോവയെ സേവിക്കാം. ഇന്ന് പകൽക്കാലവും കർത്താവ് നമുക്ക് വേണ്ടി അതേ ചോയ്സ്, അതേ തിരഞ്ഞെടുപ്പിൻ്റെ അവകാശം തന്നിട്ടുണ്ട്. നമുക്ക് ഏതാണോ തിരഞ്ഞെടുക്കേണ്ടത്, നമുക്ക് ഏതാണോ നല്ലതെന്ന് തോന്നുന്നത്, അത് നമുക്ക് ചെയ്യാം. എന്നാൽ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു, ഇതുവരെ കൊണ്ടുവന്ന ദൈവത്തെ, ഇതുവരെ നടത്തിയ ദൈവത്തെ നാം തിരഞ്ഞെടുക്കുമെങ്കിൽ, ആ ദൈവത്തിൻ്റെ നാമത്തെ നാം ഉയർത്തുമെങ്കിൽ നിശ്ചയമായി നമുക്ക് ദൈവിക അനുഗ്രഹത്തെ ഉണ്ടാകും. നമ്മെ ഇതുവരെ കൊണ്ടുവന്നത് ആരെന്നുള്ളത് നാം ഒരു നാളും മറന്നു പോകരുത്. ഹല്ലേലൂയ. ജോഷുവ അക്കമിട്ട് തൻ്റെ ജനത്തോട് പറയുന്നു, ഹല്ലേലൂയ, നമ്മളെ കർത്താവ് എങ്ങനെയാണ് നടത്തിയതെന്ന്. ഹല്ലേലൂയ. മിസ്രൈമിൽ വെച്ച് ഹല്ലേലൂയ നമ്മെ വിളിച്ച ദൈവം, നമ്മെ വിളിച്ച് വർദ്ധിപ്പിച്ച ഒരു ദൈവമത്രേ. ഹല്ലേലൂയ. അവൻ വിളിച്ച ദൈവമാ. നിലവിളി കേട്ട ജനത്തിൻ്റെ ഹല്ലേലൂയ പ്രതിസന്ധിയുടെ നടുവിലും അവൻ മരുഭൂമിയിലൂടെ വിളിച്ച ദൈവം നടത്തി. ഹല്ലേലൂയ. മന്നയും കാടപ്പക്ഷിയും നൽകി. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി നമ്മെ നടത്തി. ഹല്ലേലൂയ. ജീവിതത്തിൽ വന്ന എല്ലാ പ്രതിസന്ധിയിൽ നിന്നും അവൻ വിടുവിച്ചു. ഹല്ലേലൂയ. ശത്രുവിൻ്റെ പോരാട്ടത്തിൽ നിന്ന്, ഹല്ലേലൂയ, പ്രതിസന്ധികളിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചു. പ്രിയരെ, ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുമ്പോൾ നമുക്ക് ഒന്ന് ചിന്തിക്കാം. നമ്മുടെ കർത്താവ് നല്ലവരാണ്, നമ്മുടെ കർത്താവ് വിശ്വസ്തരാണ്, നമ്മുടെ കർത്താവ് നമ്മെ വിളിച്ചതാ. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മെ പേര് ചൊല്ലി വിളിച്ച് നമ്മെ ഹല്ലേലൂയ അവൻ്റെ മക്കളാക്കി മാറ്റി. ജീവിതത്തിൽ ഹല്ലേലൂയ എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ കരം പിടിച്ച് നടത്തി. നമ്മെ പ്രതിസന്ധിയിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, ശത്രുവിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് വിടുവിച്ച ദൈവം. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളോട് അക്കമിട്ട് പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ നടപ്പുള്ള കാര്യങ്ങൾ അത്രേ. വീണ്ടും തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ശത്രുക്കളെ തോൽപ്പിക്കുക മാത്രമല്ല, നമ്മുടെ ശത്രുക്കളെ നമ്മുടെ കൈക്കീഴെ ഏൽപ്പിച്ചു. ജോഷുവ അതാ പറയുന്നത്, സകല ജാതികളെയും നിങ്ങളുടെ കൈക്കീഴെ ഏൽപ്പിച്ചു. ദാവീദ് രാജാവ് പറയുന്നു, എൻ്റെ ശത്രുക്കളെ എൻ്റെ പാദപീഠമാക്കുന്ന ദൈവം, എൻ്റെ ശത്രുക്കളെ എനിക്ക് കീഴാക്കി തരുന്ന ദൈവം. നമ്മുടെ കർത്താവും അങ്ങനെ തന്നെയാണ്. ജീവിതത്തിൽ നാം ആയിരിക്കുന്ന ഏത് പ്രതിസന്ധിയുടെ മേളിലും, ഏത് പ്രതികൂലത്തിൻ്റെ മേലും നമുക്ക് നിയന്ത്രണം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു. വീണ്ടും ഹല്ലേലൂയ ഇസ്രായേൽ മക്കളോട് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം പറയുന്നു, നിങ്ങൾക്ക് അർഹിക്കാത്ത, നിങ്ങൾ അധ്വാനിക്കാത്ത, നിങ്ങൾ ഹല്ലേലൂയ ചിന്തിക്കാത്ത ചില നന്മകളെയും ഞാൻ നിങ്ങൾക്ക് തന്നു. നിങ്ങൾ പണിയാത്ത പട്ടണങ്ങൾ, നിങ്ങൾ കുഴിക്കാത്ത കിണറുകൾ, നിങ്ങൾ നടാത്ത മുന്തിരിത്തോട്ടങ്ങൾ, ഹല്ലേലൂയ ഇതൊക്കെയും ഞാൻ നിങ്ങൾക്ക് തന്നു. നിങ്ങളുടെ കഴിവിനപ്പുറത്ത്, നിങ്ങളുടെ യോഗ്യതയ്ക്കപ്പുറത്ത് ദൈവം നിങ്ങൾക്ക് നന്മ തന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം തീരുമാനം നിങ്ങളെടുക. നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് യഹോവയെ സേവിക്കണമോ, യഹോവയെ സേവിക്കാം. അല്ല, അന്യ ദൈവങ്ങളുടെ പിന്നാലെ പോകണമോ, നിങ്ങൾക്കത് ചെയ്യാം. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പായും വിളിച്ചു പറയുന്നു, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഈ രാവിലെ സമയത്ത് വചനം കേൾക്കുന്ന നിങ്ങളിൽ എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ സാധിക്കും, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. നാമും നമ്മുടെ കുടുംബവും. ആ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തെ മാറ്റും. നിങ്ങൾക്കറിയാമോ, രാഹാബ് എടുത്ത ഒറ്റ തീരുമാനം
അവളുടെ കുടുംബത്തിൻ്റെ നന്മയ്ക്കായി തീർന്നു. ഹല്ലേലൂയ. ആ ദേശത്തിൽ അവളുടെ സ്വഭാവമോ അവൾ അതുവരെ സേവിച്ച ദൈവത്തെയോ അവൾ നോക്കാതെ, ഹല്ലേലൂയ, ജോഷുവയുടെ പുസ്തകം 6-25 അവൾ ഒരു തീരുമാനമെടുത്തു. ഈ ഇസ്രായേലിൻ്റെ ദൈവത്തെ ഞാൻ ആശ്രയിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാസന്മാർ പറഞ്ഞത് ഞാൻ അനുസരിക്കും. അത് അവിടെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി തീർന്നു. ഹല്ലേലൂയ. വീണ്ടും തിരുവചനത്തിൽ വായിക്കുമ്പോൾ ചില തീരുമാനങ്ങൾ, ചില കുടുംബത്തിൽ ചിലരെടുക്കുന്ന തീരുമാനങ്ങൾ കുടുംബത്തിൻ്റെ നന്മയ്ക്കാക്കി മാറ്റി. ജോഷുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ആ കാരാഗ്രഹ പ്രമാണി ചോദിച്ച ചോദ്യം, ഹല്ലേലൂയ, അതുതന്നെ, യജമാനന്മാരെ, ഞാൻ രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വാക്യം, ഹല്ലേലൂയ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഒറ്റ തീരുമാനം നിൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിത്തീരും. ഹല്ലേലൂയ. ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന നിങ്ങളെടുക്കുന്ന തീരുമാനം നിങ്ങളുടെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കാണ്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 11-7 മോശെ, ഹല്ലേലൂയ, നോഹയോടുള്ള ബന്ധത്തിൽ വേദപുസ്തകം പറയുന്നു, തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി നോഹ ഒരു പെട്ടകം തീർത്തു. തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പെട്ടകം തീർത്തു. താൻ തീർത്ത പെട്ടകം തനിക്കും തൻ്റെ കുടുംബത്തിനും രക്ഷയായി തീർന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിൻ്റെ വായിൽ നിന്ന് വരുന്ന ഒറ്റ വിശ്വാസത്തിൻ്റെ വാക്ക് നീയും നിൻ്റെ കുടുംബത്തിനും രക്ഷയ്ക്ക് കാരണമായി തരും. നിൻ്റെ കുടുംബത്തിൻ്റെ നന്മയ്ക്കായി കാരണമായി തരും. നീ എടുക്കുന്ന ഒരു തീരുമാനം മതി, നിൻ്റെ ഒരു പ്രാർത്ഥന മതി, നിൻ്റെ ഒരു വായിലെ വാക്ക് മതി. അങ്ങനെയെങ്കിൽ ജോഷുവയെ പോലെ ഒന്ന് വിളിച്ചു പറയാൻ പറ്റുമോ? ഹല്ലേലൂയ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞങ്ങൾ ഉള്ള കാലത്തോളം ഞങ്ങളുടെ ദൈവത്തെ ഉയർത്തും, ഞങ്ങളുടെ ദൈവത്തിൽ ആശ്രയിക്കും. ഞങ്ങളുടെ കർത്താവ് വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.